ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണുള്ളത്, ഇന്ന് നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്. ഇന്ന് ന്യൂ മൂണാണ്. അപ്പോൾ ഇന്നലെ ന്യൂ മൂൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു മാനസികമായ അസ്വസ്ഥതകളും വിഷമവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് അത് ഫുൾ മൂണിനായിരിക്കും, ചിലപ്പോൾ അത് ന്യൂ മൂണിനായിരിക്കും, ചില ആൾക്കാർക്ക് അത് ന്യൂ മൂണിനായിരിക്കും. ബിയോണ്ട് ദ ഇല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്നൊരു സമയമാണ് ഇത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ് കാണുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, നിങ്ങൾ ചില ഉത്തരം വേണം എന്ന് വിചാരിച്ച പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. കുറച്ച് കൂടുതൽ കോംപ്രമൈസ്, ഇന്നസെൻസ്, ഹാർമണി, മൈൻഡ്, സപ്രഷൻ, ഫുൾ കാർഡ്, ടോട്ടാലിറ്റി, റിസപ്റ്റിവിറ്റി, ലേസിനെസ് ആൻഡ് ഇന്നർ വോയിസ്. ശരിക്കും ഈ കാണുന്ന ആൾക്കാർ, കുറേ ആൾക്കാരും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നാണ് കാണുന്നത്. ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ആണ്. ഫോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കൂടുതലും അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ ജന്മങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓലകളോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടാരോയോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷനോ ഒക്കെ നടത്തുന്ന ചില ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് ഇതിനകത്ത്. ശരിക്കും ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നിങ്ങളുടെ സോളിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് അത് വേറൊരു തലത്തിലാണെന്നാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് തേർഡ് ഐ ഒക്കെ ആക്റ്റീവ് ആകുന്നൊരു സമയമാണ്. പല ആൾക്കാർക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഒരു ഇൻഡ്യൂഷൻ വളരെയധികം വർക്ക് ചെയ്യുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇൻഡ്യൂഷനെ വിശ്വസിക്കാനാണ് പറയുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഈ സമയം പറ്റും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ശരിക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഈ തേർഡ് ഐ ഓപ്പൺ ആകുന്ന സമയത്ത്. ചിലപ്പം ചില ആൾക്കാർക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ വരും. അപ്പം മൈൻഡ് ഒരുപാട് കളി കളിക്കും എന്നാണ് കാണുന്നത്. മനസ്സ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്പിരിച്വൽ ആകുമ്പോൾ മനസ്സ് നമ്മളെ ഇട്ട് കളിപ്പിക്കും. അത് ശരിയാണോ, നമുക്കിത് വെറും ഇല്യൂഷനാണോ, അതെ ഇനി ഇത് റിയലാണോ, ഇങ്ങനെയൊക്കെ തോന്നുന്നത് റിയലാണോ, അത് മിഥ്യയാണോ മായയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത പല സ്പിരിച്വൽ എക്സ്പീരിയൻസും ഈ സമയത്ത് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുക എന്നാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് മനസ്സ് കുറേ കളിപ്പിക്കുന്നുണ്ട്. നമ്മളെ ചില ആൾക്കാർക്ക് ഒരു ഈഗോ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നമ്മളെ ഈഗോ വർക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതൊന്നും ശരിയല്ല എന്ന് തോന്നും. നമ്മളെ പ്രാക്ടിക്കൽ മൈൻഡ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു സമയം കൂടിയാണ്. തേർഡ് ഐ ആക്റ്റീവ് ആകും. അപ്പം അതിൻ്റെ ഒരു രണ്ടും കൂടി നിങ്ങൾക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും എന്നാണ്. ഒരു സൈഡിൽ നമ്മളുടെ സ്പിരിച്വാലിറ്റിയും അപ്പുറത്തെ സൈഡിൽ നമ്മളുടെ പ്രാക്ടിക്കൽ മൈൻഡും.
അപ്പം നമ്മൾ ഈ പ്രാക്ടിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും സ്പിരിച്വൽ ആകാൻ പറ്റൂല എന്നുള്ളതാണ്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് എപ്പോഴും സ്പിരിച്വൽ ജേണിയിൽ നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മളുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മനസ്സ് കുറച്ച് കളിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സമയം നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സപ്രഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങൾ മനസ്സിൽ ഒരു പെട്ടെന്ന് ഇങ്ങനെ പുറത്തു വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ അടിച്ചമർത്തി വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ഈ സമയം ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാത്തിനും റിയാക്ട് ചെയ്യണം എന്നൊരു തോന്നൽ വരും ഈ സമയം. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ, എല്ലാം ചോദിക്കണം അല്ലെങ്കിൽ എല്ലാത്തിനും റിയാക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ സമയം തോന്നും. അപ്പോൾ നമ്മൾ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം ക്ഷമയാണ്. ഈഗോ ഇല്ലാതിരിക്കുക, അനാവശ്യമായ തർക്കങ്ങൾക്ക് പോകാതിരിക്കുക. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ അല്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ കാരണം നമ്മൾ പറയുന്നത് ശരിയാണെങ്കിലും അതവിടെ സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ വേറൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് അവർ പറയുന്നതാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാലും നിങ്ങളത് വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ ഇതൊന്നും തർക്കിച്ച് ജയിക്കേണ്ട വിഷയങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തർക്കിച്ച് ജയിക്കുമ്പോൾ നമുക്കും നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളത് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക. നമ്മളുടെ എനർജി വേസ്റ്റാക്കി കളയാതിരിക്കുക. പിന്നെ നമ്മൾ ഈ അടിച്ചമർത്തി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് മറ്റുള്ളവർ പറയുന്നത് ശരിയില്ലെങ്കിൽ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നും. അങ്ങനെ ഇന്നത്തെ ദിവസം റിയാക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ മനസ്സിനെ ഒന്ന് കടിഞ്ഞാണിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. കാരണം മനസ്സിന്ന് കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ നമ്മൾ ശരിക്കും ചില കാര്യങ്ങളിൽ ഒന്ന് കോംപ്രമൈസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മത്സരിക്കാൻ പോകാതിരിക്കുക, കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വളരെ ഇന്നസെൻ്റ് ആയിട്ടിരിക്കുക. നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമ്മൾ ശരിക്കും കുട്ടികളുടെ മനസ്സോടുകൂടി നമ്മളത് കാണാൻ ശ്രമിക്കുക, സന്തോഷിക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക. ഒരു പൂ വിരിയുന്നതും അല്ലെങ്കിൽ നമ്മളുടെ മുറ്റത്ത് പൂമ്പാറ്റ വരുന്നതും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വളരെ ഇന്നസെൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാം അറിയാമോ, ഇതൊക്കെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ എന്നുള്ളൊരു ഭാവത്തിലല്ല. നമ്മൾ മുന്നേ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാത്തതുപോലെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ, ഫസ്റ്റ് ടൈമാണ് നമ്മളിത് കാണുന്നത് എന്ന് വിചാരിച്ച് അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇതുവരെ കാണാത്ത എന്തെങ്കിലും ഒരു കാര്യം, ഒരു പുതിയ കാര്യം അതിനകത്ത് കാണും. നമ്മൾ എപ്പോഴും കാണുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ഇന്നസെൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ സന്തോഷം കൊണ്ടുവരുന്നത് നമ്മളാണെന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഇത് ഒരു ഹാർട്ട് ചക്രയും ഇതൊരു തേർഡ് ഐ ചക്രയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വടംവലി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഇത് രണ്ടും ബാലൻസ് ആയിരിക്കണം. നമ്മുടെ ഹാർട്ട് ചക്രയും തേർഡ് ഐ ചക്രയും ബാലൻസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ രണ്ടും ബാലൻസ് ആയാലേ നമുക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഹൃദയം കൊണ്ട് മാത്രം നമ്മൾ ഓരോ കാര്യങ്ങളെ ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും നമ്മൾ കൂടുതൽ ക്ഷമ ഉണ്ടാവും, നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് പോകും. പക്ഷേ നമ്മൾ കൂടുതൽ പ്രാക്ടിക്കലായി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹവും ദയയും ദാക്ഷിണ്യവും ഒക്കെ മാറിപ്പോവും. നമുക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ എന്നുള്ളൊരു ഫോക്കസിലേക്ക് കൂടുതലായി മാറിപ്പോകും. അപ്പം നമുക്ക് ശരിക്കും ഒരു സെൽഫിഷ്നെസ് വരും. അതും രണ്ടും അല്ലാതെ നമുക്കിതിന് നടുവിലൂടെ ഉള്ളൊരു യാത്രയാണ് നല്ലതെന്നുള്ളതാണ്. അത് നമുക്കിന്ന് മനസ്സിലാക്കും. കാരണം ഇന്ന് ഹാർമണിയാണുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളുടെ തേടയിലൂടെ നിങ്ങൾക്ക് കാണാനും. ഇപ്പം രണ്ടും കൂടി ആവുമ്പോൾ ശരിക്കും ഒരു ജീവിതം ബാലൻസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ബാലൻസിൽ എത്തിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. ഇന്നർ വോയിസ് ആണ്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിരിക്കും. ഇന്ന് ന്യൂ മൂണാണെന്നും പറഞ്ഞു. അപ്പോൾ ഇന്ന് മൂണിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ശരിക്കും ഉണ്ടാകും എന്നുള്ളതാണ്. ഇൻഡ്യൂഷൻസ് വരുന്നതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വിളി ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരും നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, നിങ്ങളുടെ വഴി എന്താണ്.
തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് ചെയ്യാൻ സാധിക്കാത്തവർ അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു കുറച്ച് സമയം ഒന്ന് പ്രാണായാമം കൂടി ചെയ്യുക. അത്രയായാലും നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലുള്ള ടോക്സിൻസ് ഒക്കെ പുറത്തു പോകാൻ, നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ പുറത്ത് കളയാൻ നമുക്ക് പ്രാണായാമം വളരെയധികം നല്ലതാണ്. കുറച്ച് സമയം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ, വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ ഇന്ന് പുതിയ ജോലിക്ക് പോയി തുടങ്ങുന്നുണ്ടായിരിക്കാം. ചില പഠിക്കാൻ പോയി തുടങ്ങുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം കിട്ടും. സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇതിനകത്ത് കൂടുതലും നമുക്ക് വന്നിട്ടുള്ളത്. സ്പിരിച്വൽ എക്സ്പീരിയൻസിൻ്റെ ഒരു ദിവസമായിരിക്കും. ഒരു കാര്യമല്ല, ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകും. ചിലപ്പോൾ കുറേ ഏഞ്ചൽ നമ്പേഴ്സ് കാണും. ഇതുവരെ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് കാണാം. ഈ പ്രകൃതിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതലൊരു സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ വളരെ ഹാപ്പി ആയിട്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ വെളിയിലുണ്ടെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സ് നിങ്ങളായിട്ട് കളിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ശരിക്കും ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. അപ്പം വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു യൂട്യൂബിൽ ഈ തിരമാല അതിൻ്റെ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ആ ഒരു അങ്ങനത്തെ ഒരു മെഡിറ്റേഷൻസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ സമയം എന്നിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഒരു കടലിൻ്റെ തീരത്താണ് നിങ്ങളൊന്ന് ഉള്ളത് എന്നുള്ള നിലയിൽ അങ്ങനത്തെ ഒരു ചിന്തയിൽ കുറച്ച് സമയം നിങ്ങൾ ഇരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പാസ്റ്റിനെ ഒന്ന് ലെറ്റിംഗ് ഗോ ചെയ്യുക. കാരണം പാസ്റ്റിൽ ഉള്ള കാര്യങ്ങൾ ഓർമ്മ വന്ന് നിങ്ങളെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വേദനയും വിഷമവും ഒക്കെ ഉണ്ടാക്കും എന്നാണ് കാണുന്നത്. കളയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ വിട്ട് കളയേണ്ട കുറച്ച് കാര്യങ്ങൾ മനസ്സ് വീണ്ടും തേടിപ്പിടിച്ച് എന്നോ നടന്ന കാര്യം, എപ്പോഴോ നടന്ന കാര്യം, നിങ്ങളെ വേദനിപ്പിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത കാര്യം മനസ്സ് ഓടി അതിനെ പിടിച്ച് വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പം മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട്. അത് ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ പ്രാണായാമം ചെയ്യുകയും ധ്യാനം ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ പാസ്റ്റിലെ നെഗറ്റീവായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് റിലീസ് ചെയ്യുക. ഇന്നത്തെ ദിവസം വളരെ കൂളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്ന് വളരെ വളരെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വരും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം അങ്ങനെ ഉണ്ടാകും എന്നാണ് ഇതിനകത്ത്. നിങ്ങൾ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇൻഡ്യൂഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരാം. ചിലപ്പോൾ സ്വപ്നം കാണാം, ചിലപ്പോൾ ഒരു ഗട്ട് ഫീലിംഗ് പോലെ തോന്നാം. അങ്ങനെയാണ് കാണണം. ഇനി നമുക്ക് ഈ മോണോളജി ഇന്നും കൂടി നമുക്ക് നോക്കാം എന്താണ്. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ് ആണ്. ഇതിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ ചിലപ്പോൾ കുറേ കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ പോണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവും വരും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ കാരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ അത് ആരാണ് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് എവിടെ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് മനസ്സിലാകും. അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്, ഇത് പിന്നെ ഇത് നിങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇത് നിങ്ങളാണ് ഇതിന് കാരണമെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഞാൻ തിരുത്തേണ്ട ആവശ്യമുണ്ട്, അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം എന്ത് കാര്യമായാലും നിങ്ങൾ നേരത്തെ ദൈവത്തോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നു. അതിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. ടേക്ക് ടൈം ടു ബ്രെത്ത് ഔട്ടാണ്. അപ്പോൾ ഈ സമയം ഒന്ന്
നിങ്ങൾ ശ്വാസം മുട്ടിയിരിക്കുന്ന അല്ലെ ശ്വാസം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ട സമയമാണെന്ന്. നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതിനേക്കാളും ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഉള്ളതിനേക്കാളും ഒരു നമുക്ക് സ്വസ്ഥത തോന്നുന്നത്, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്നത് നമ്മൾ ശ്വാസം വിടുമ്പോഴാണ്. അങ്ങനെയല്ലേ? നമ്മൾ പ്രാണായാമം ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ശ്വാസം പിടിച്ചു വയ്ക്കും പോലെ അല്ല ശ്വാസം അത് പുറത്തേക്ക് വിടുന്നത്. അപ്പം ഈ സമയം ഒന്ന് റിലാക്സ് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും എന്നാണ്. നിങ്ങൾ എന്താണ് റിലീസ് ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കുക. വാട്ട് യു നീഡ് ടു റിലീസാണ്. അപ്പം നിങ്ങൾ റിലീസ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതിനകത്ത് ലെറ്റിംഗ് ഗോയും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന കാര്യം, നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, നിങ്ങൾക്കത് വിട്ടുകളയാൻ പറ്റൂലെന്ന് വിചാരിക്കുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അത് നിങ്ങൾ സെൽഫ് ടോക്ക് നടത്തിയത് കണ്ടുപിടിക്കേണ്ടതാണ്. കുറച്ച് സമയം നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മളൊന്ന് നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കുക, എന്താണ് നിങ്ങൾ ഈ സമയം റിലീസ് ചെയ്ത് കളയേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കുക. അത് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സൗഹൃദങ്ങളാകട്ടെ, അല്ലാത്ത റിലേഷൻഷിപ്പ് ആകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാബിറ്റ് ആകട്ടെ. ചില ആൾക്കാർക്ക് ഇത് ചില ഹാബിറ്റ് ആയിരിക്കാം. അത് നിങ്ങളുടെ ബെറ്റർ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ചില ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റും റിലീസ് ചെയ്ത് കളയുക. ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചറാണ്. ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ്. ധനുരാശിയിൽ ആണ് ഫുൾ മൂൺ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വലിയ ചിത്രം കാണാനാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട കാര്യം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വലുതായിട്ട് സ്വപ്നം കാണാനാണ്. അപ്പോൾ ഏറ്റവും വലുതായിട്ട് വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാക്കി. അതിന് പ്രാക്ടിക്കലായിട്ടുള്ള ഇത് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനിങ് വേണം. അത് ഇന്നലത്തെ ഒരു റീഡിങ്ങിലും കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്, ഫുൾ മൂണിൻ്റെ ന്യൂ മൂണിൻ്റെ റീഡിങ്ങിൽ. അപ്പോൾ ഇതിനകത്ത് ബിഗർ പിക്ചറായിട്ട് തന്നെ കാണുക, ചെറുതായിട്ടല്ല. അത് ശരിക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കാണുക, അത് പ്രാക്ടിക്കലായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും കൂടെ ചെയ്യുക. ബാലൻസ് സ്പിരിച്വാലിറ്റി എൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫും നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫും നിങ്ങളുടെ സോഷ്യൽ ലൈഫുമായിട്ട് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ഒന്ന് മാറി നിന്നിട്ടല്ല സ്പിരിച്വൽ ആകാൻ. നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ ചെയ്തു കൊടുക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ ഞാൻ സ്പിരിച്വലാണെന്ന് പറഞ്ഞ് പോകരുത്. കുറേ ആൾക്കാർ ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർ നോൺ വെജ് കുക്ക് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കില്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷേ നിങ്ങളുടെ ഒരു കടമയിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ആർക്കെങ്കിലും, അല്ല ഇത് ഒരു വീട്ടിൽ താമസിക്കുന്ന പലർക്കും അങ്ങനെ ഉള്ളത് നമുക്കറിയാം. അത് ഹസ്ബൻഡോ വൈഫോ അത് ആരെങ്കിലും നോൺ വെജ് കഴിക്കൂലെങ്കിൽ ആ വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങൾ കഴിക്കൂലെങ്കിൽ കഴിക്കണ്ട. പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങൾ മാക്സിമം അത് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം അതാണ് ഒരു സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും തമ്മിൽ, രണ്ടും സോഷ്യൽ ലൈഫും തമ്മിൽ ഒരു ബാലൻസ് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു കർമ്മയായിട്ട് നിൽക്കും. നിങ്ങളെ കരുതി മറ്റുള്ളവർ അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ സ്പിരിച്വലാണ് എന്ന് കരുതി മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരും. അങ്ങനെയല്ല. അതിന് എല്ലാം വരേണ്ട സമയമുണ്ട്. ആ വരേണ്ട സമയത്ത് മാത്രമേ അവർ
ഇങ്ങനെ വരുള്ളൂ. അത് മാത്രമല്ല ഏതൊരു വ്യക്തിക്ക് എപ്പോഴാണോ എനിക്ക് നോൺ വെജ് മതിയാക്കണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രം മതിയാക്കുക, അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്തല്ല അത് ചെയ്യേണ്ടത്. അവരുടെ സോളിന് തോന്നും ഇനി എനിക്ക് നോൺ വെജ് വേണ്ട, ആ സമയം വരെ അവർ കഴിച്ചോട്ടെ. അപ്പോൾ അതിന് കുറ്റം പറയുകയോ അങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. അപ്പോൾ അത് ഒരു ആവശ്യമാണെന്ന് കാണുന്നുണ്ട് ഇതിനകത്ത്, അങ്ങനെ തന്നെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലും മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഒരുപാട് നന്ദി, വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി. അപ്പോൾ നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് അത്രയും പ്രഷ്യസാണ്. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.